ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജോയിൻസിലെ ലെഫ്റ്റ് ജോയിനെയും റൈറ്റ് ജോയിനെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെഫ്റ്റ് ജോയിന് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ആദ്യം രണ്ട് ടേബിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫാർമേഴ്സ് ഡാറ്റ കസ്റ്റമർ പർച്ചേസ് എന്നുള്ള ടേബിൾ, അതിൽ സെലക്ട് ഓൾ എന്നുള്ള ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ എന്നുള്ളത് ഓൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഏതെല്ലാം ടേബിൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഏത് ജോയിൻ ചെയ്യണം. ഇതിൽ പ്രൊഡക്റ്റ് ഐ ഡി, വെണ്ടർ ഐ ഡി, മാർക്കറ്റ് ഡാറ്റ, കസ്റ്റമർ ഐ ഡി, ക്വാണ്ടിറ്റി, കോസ്റ്റ് ടു കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി, ട്രാൻസാക്ഷൻ ടൈപ്പ്. ഇനി അതേപോലെ നെക്സ്റ്റ് ഉള്ളത് ഫാർമേഴ്സ് ഡാറ്റ കസ്റ്റമർ എന്നുള്ള ടേബിളിൽ എന്തെല്ലാം ഡാറ്റകൾ ഉണ്ടെന്ന് നോക്കാം. കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ ഫസ്റ്റ് നെയിം ഉണ്ട്, കസ്റ്റമർ ലാസ്റ്റ് നെയിം ഉണ്ട്, കസ്റ്റമർ സിപ്പ് കോഡ് ഉണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ലെഫ്റ്റ് ജോയിൻ ചെയ്യാൻ പോകാം. ഏതിന് ലെഫ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ അതിന് ഒരു ജോയിൻ ഏത് കോളം വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഓൺ വെച്ചിട്ട് മനസ്സിലാക്കി കമ്പ്യൂട്ടറിനും പറഞ്ഞു കൊടുക്കലുണ്ട്. ഓക്കെ, ബിഗ്ക്വറിക്ക്. അപ്പം അതിന് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഓൺ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ഐ ഡി എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് ടേബിളും അതൊക്കെ കസ്റ്റമർ പർച്ചേസ് എന്നുള്ളത് ടേബിളിലും കസ്റ്റമർ എന്നുള്ളതിലും ഞാൻ ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് ജോയിനിന് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഐ ഡി എന്നാണ്. അതിൻ്റെ മുന്നായിട്ട് ലെഫ്റ്റ് ജോയിനിന് ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലെഫ്റ്റ് ജോയിനിൽ എന്താ നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ, ഈ രണ്ട് ടേബിളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ റൈറ്റ് ജോയിൻ ആണെങ്കിൽ എന്ത് ജോയിൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കസ്റ്റമർ ഐ ഡി എന്നുള്ളതും, അതേപോലെ തന്നെ ഇതിൽ കസ്റ്റമർ ഐ ഡി ഫസ്റ്റ് നെയിം ഉണ്ടെന്നില്ല. ഇനി മറ്റൊരു ടേബിൾ, അനദർ ടേബിളിൽ ഏതൊക്കെയുള്ളത്, വേറെ ടേബിൾ എടുക്കുക. അതിൽ കസ്റ്റമർ ഐ ഡി ഓൾറെഡി ഉണ്ട്. പിന്നെ കസ്റ്റമർ ഐ ഡിക്ക് പുറമെ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഏത് സാധനമാണോ അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും ഉണ്ട്. ഈ മൂന്ന് ടേബിൾ, ഇതിൽ മൂന്ന് കോളങ്ങളാണ്. അപ്പോൾ ഇതിൽ കസ്റ്റമർ ഐ ഡി, ഇവിടെ കസ്റ്റമർ ഐ ഡി ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമർ ഐ ഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കസ്റ്റമർ ഐ ഡി ഉള്ളതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് ജോയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫ്രമിൽ ഏത് ടേബിളാണോ ഉള്ളത് അത് എന്തായിരിക്കും ലെഫ്റ്റ് ടേബിളായിട്ട് ബിഗ്ക്വറി കൺസിഡർ ചെയ്യും. ഓക്കെ, ഫ്രമിന് ശേഷം നമ്മൾ മെൻഷൻ ചെയ്യുന്ന ടേബിളായിരിക്കും ലെഫ്റ്റ് ടേബിൾ. പിന്നെ ലെഫ്റ്റ് ജോയിൻ കൊടുത്തിട്ട് നമ്മൾ ടേബിൾ മെൻഷൻ ചെയ്യും, അത് ആണ് റൈറ്റ് ടേബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബിഗ്ക്വറി. അപ്പം ലെഫ്റ്റ് ടേബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ലെഫ്റ്റ് ജോയിൻ കൊടുക്കുന്നതിന് ഏത് ടേബിളാണോ അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കസ്റ്റമർ ഐ ഡി നമ്മൾ ഓൺ കീ ആയിട്ട് കസ്റ്റമർ ഐ ഡിനെ സെലക്ട് ചെയ്യാൽ ഈ ലെഫ്റ്റ് ജോയിൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് വരില്ലെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ ഐ ഡി ലെഫ്റ്റ് ടേബിളിൽ എന്തെല്ലാം കസ്റ്റമർ ഐ ഡി ഉണ്ട് അത് മൊത്തം വരും. അതിന് പുറമെ റൈറ്റ് ടേബിളിൽ കോമൺ ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതും വരും. ആ രണ്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഏതെല്ലാം കോളം സെലക്ട് ചെയ്തോ അത് സോർട്ട് ചെയ്തിട്ടാണ് ലെഫ്റ്റ് ജോയിനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ലെഫ്റ്റ് ജോയിനിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബിഗ്ക്വറിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി ലെഫ്റ്റ് ജോയിനിൽ എങ്ങനെ ബിഗ്ക്വറി ചെയ്യാം. ഇത് ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുന്നത് ലെഫ്റ്റ് ജോയിനിൽ ചെയ്യുന്നത് എനിക്ക് കസ്റ്റമർ ഐ ഡി വേണം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ ക്വാണ്ടിറ്റിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സെലക്ട് കൊടുക്കുക. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല,
ടേബിളിലെ ഏതെല്ലാം കോളം സെലക്ട് ചെയ്യുന്നില്ല, ഫ്രം എന്ന് കൊടുക്കുക. ഫ്രം ഏത് ടേബിളിലാണ് ഞാൻ ഫസ്റ്റ് ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്ന ടേബിൾ ഏതാണ്? കസ്റ്റമർ എന്നുള്ള ടേബിളാണ്. ഫാർമർ ഡോട്ട് കസ്റ്റമർ, ഫാർമർ ഡോട്ട് കസ്റ്റമർ, ഈ ടേബിളാണ്. ഫാർമർ ഡാറ്റ പ്ലസ് ഡോട്ട് കസ്റ്റമർ എന്നുള്ള ടേബിളിനെ ഞാൻ ലെഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഇതിനെ ഞാൻ പേര് കൊടുക്കുക, ആസ് എ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ ആസ് എ. പിന്നെ ലെഫ്റ്റ് ജോയിൻ കസ്റ്റമർ ഫാർമർ ഡോട്ട് കസ്റ്റമർ പർച്ചേസ് എന്നുള്ളത് റൈറ്റ് ആയിട്ട് ടേബിൾ ആയിട്ട് എടുത്തു, ആസ് ബി ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, പിന്നെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ജോയിൻ ഏത് ടേബിളാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ കസ്റ്റമർ ഐ ഡി എന്നുള്ള കീവേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്ന ഓൺ കീവേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ഐ ഡി ആണ്. അപ്പോൾ ഇത് രണ്ടിലും കസ്റ്റമർ ഐ ഡി ഉണ്ട്, രണ്ട് ടേബിൾ. അപ്പോൾ എ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഉണ്ടോ ഇവിടെ വന്നത്, എ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് കസ്റ്റമർ ഐ ഡി. കസ്റ്റമർ ഐ ഡി, മാർക്കറ്റ് ഡേറ്റ്, പ്രൊഡക്റ്റ് ഐ ഡി, ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ഞാനിവിടെ കസ്റ്റമർ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് ഏതൊക്കെ എനിക്ക് വേണ്ടേ? ഈ ടേബിളിൽ ഫസ്റ്റ് ടേബിൾ നമ്മൾ എ എന്ന് കൊടുത്തത് കസ്റ്റമർ എന്നുള്ള, അതിലേക്ക് കസ്റ്റമർ ഐ ഡി വേണം. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടിയിട്ട് രണ്ടും മെർജ് ചെയ്തിട്ട് കോൺകാറ്റിനേഷൻ ചെയ്തിട്ട് എന്താക്കണം, എനിക്ക് സിംഗിൾ നെയിം ആയിട്ട് കിട്ടണം. അതിന് പുറമെ അത് ഫുൾ നെയിം എന്നുള്ളത്, അതിന് പുറമെ ഈ കസ്റ്റമർ പർച്ചേസ് ഡാറ്റ, ഫാർമർ ഡോട്ട് കസ്റ്റമർ പർച്ചേസിൽ നിന്ന് ക്വാണ്ടിറ്റിയും വേണം. ഇതാണ് എനിക്ക് ഷോർട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് എ ഡോട്ട് കസ്റ്റമർ ഐ ഡി കോൺകാറ്റ്. കോൺകാറ്റിൽ നിന്ന് എന്തിനാ യൂസ് ചെയ്തത്? കോൺകാറ്റ് ഇത് എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കോൺകാറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ എ ഡോട്ട് കസ്റ്റമർ ഫസ്റ്റ് നെയിം ഇത് ഒരു ചെറിയ സ്പേസ്, ചെറിയ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചെറിയൊരു സ്പേസ് വേണം. അപ്പോൾ അത് ഞാൻ ഇവിടെ സ്പേസിന് വേണ്ടിയിട്ട് കോൺകാറ്റ് എഴുതണേ. ദെൻ ബി ഡോട്ട് എ ഡോട്ട് കസ്റ്റമർ ലാസ്റ്റ് നെയിം, ഈ രണ്ട് കസ്റ്റമറിനെ ഞാൻ കോൺകാറ്റിനേഷൻ ചെയ്യണം. ഓക്കെ, അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോൺകാറ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ്, ദെൻ രണ്ട് കസ്റ്റമർ ഐ ഡി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ആസ് ഫുൾ നെയിം. ദെൻ എനിക്ക് വേണ്ടത് ബിയിൽ കസ്റ്റമർ ഫാർമർ ഡാറ്റ കസ്റ്റമർ പർച്ചേസ് എന്നുള്ളതിൽ അതിൽ ക്വാണ്ടിറ്റിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ക്വാണ്ടിറ്റി ഇത്ര ടേബിളാണ് എനിക്ക് വേണ്ടത്. ഈ ഇത്ര സാധനങ്ങൾ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത് ഓർഡർ ബൈ ചെയ്യാണ്. ഓർഡർ ബൈ കസ്റ്റമർ ഐ ഡിയിൽ എ ഡോട്ട് കസ്റ്റമർ ഐ ഡിയിൽ എങ്ങനെയൊക്കെ വേണ്ടിയ അസെൻഡിങ്, ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എസ് സി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അസെൻഡിങ് ആയിരിക്കും. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടി. എന്തെല്ലാം കസ്റ്റമർ ഐ ഡി ജോയിൻ ചെയ്തു വന്ന്, ഇതിൽ കുറേ കസ്റ്റമർ ഐ ഡി 1 വന്ന്, പിന്നെ ടോട്ടൽ ഇതിൽ 1002 റോസ് ഉണ്ട്. ഇത് കസ്റ്റമർ ഐ ഡി ഫസ്റ്റ് എ ഉള്ളതൊക്കെ വന്ന്, പിന്നെ ഫുൾ നെയിം ജെയിൻ കോർണർ, പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കോമൺ ആയതെല്ലാം ലെഫ്റ്റ് എത്ര കസ്റ്റമർ ഐ ഡി ഉണ്ട് അതെല്ലാം വന്ന്, അതിന് പുറമെ ലെഫ്റ്റ് ടേബിൾ എന്തെല്ലാം കസ്റ്റമർ ഐ ഡി ഉണ്ട് എല്ലാം വന്ന്, കോമൺ ആയിട്ട് എന്തെല്ലാം കസ്റ്റമർ ഐ ഡി ഉണ്ട് അത്, അതിൻ്റെ എല്ലാം മ്യൂച്വൽ ആയിട്ട് അതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ സെലക്ട് ചെയ്ത കോളങ്ങളും ഇവിടെ വന്നു. കസ്റ്റമർ ഐ ഡി ഉണ്ട് ഇവിടെ, കസ്റ്റമർ ഐ ഡി, പിന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചെയ്ത് ഫുൾ നെയിം കിട്ടി, പിന്നെ ബി ക്വാണ്ടിറ്റി. ഇത്ര സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതേപോലെ റൈറ്റ് ജോയിൻ ചെയ്യാനാണെങ്കിൽ അത് സിമ്പിൾ തന്നെയാണ്. റൈറ്റ് ജോയിനിൽ നേരത്തെ പറഞ്ഞ പോലെ ഓടിക്കുന്നു റൈറ്റ് ജോയിൻ.
റൈറ്റ് ജോയിനിൽ സെയിം തന്നെയാണ്. നേരത്തെ കസ്റ്റമറിൽ നമ്മൾ 2 ടേബിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ 2 ടേബിൾ. ഇതിലിപ്പോൾ ഫ്രം എന്ന് കൊടുക്കുന്ന ലെഫ്റ്റ് ടേബിൾ ആയിട്ട് എടുക്കും. പിന്നെ റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ടേബിൾ റൈറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ. അപ്പൊ ഇതിൽ നേരത്തെ ലെഫ്റ്റ് ജോയിനിൽ ഈ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ടേബിളിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വരും. എന്തെല്ലാം കാര്യം മീൻസ് നമ്മൾ ലെഫ്റ്റ് ടേബിളിൽ നമ്മൾ സെലക്ട് ചെയ്ത കീവേഡ് ഏതാണോ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. അതിന് പുറമെ റൈറ്റ് ടേബിളിൽ കോമൺ ആയിട്ടുള്ള കീവേഡ് കോമൺ ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റകൾ കിട്ടും. ഇനി ലെഫ്റ്റ് ടേബിളിൽ കോമൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റകൾ കിട്ടും. ഇനി റൈറ്റ് ജോയിനിങ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രമിൽ കൊടുത്ത ലെഫ്റ്റ് ടേബിൾ റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന റൈറ്റ് ടേബിളാണ്. അപ്പോൾ റൈറ്റിൽ ടേബിളിൽ കോമൺ ആയി നമ്മൾ കീ സെലക്ട് ചെയ്ത് ഏത് കീയിലാണ് നമ്മൾ കൊടുത്തത് അത് കോമൺ ആയ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പുറമെ ലെഫ്റ്റ് ടേബിളിൽ ഫ്രമിൻ്റെ ഒപ്പം കൊടുത്ത ടേബിളിൽ എന്തെല്ലാം കോമൺ ആയിട്ടുണ്ടോ അതും കിട്ടും. അപ്പോൾ ഒന്നുകൂടി പറയാം, റൈറ്റ് ടേബിൾ എന്തെല്ലാം കീവേഡിൽ എന്തെല്ലാം ഡാറ്റകളുണ്ടോ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടും. അതിന് പുറമെ റൈറ്റ് ടേബിളിലുള്ള കീക്ക് കോമൺ ആയിട്ട് കറസ്പോണ്ടിങ് ലെഫ്റ്റ് ടേബിൾ എന്തെല്ലാം ഉണ്ടോ അതും കിട്ടും. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ഞാൻ റൈറ്റ് ജോയിന് സെയിം തന്നെ സെയിം ഡീറ്റെയിൽസ് എടുക്കുന്നു. എടുത്ത് എന്നിട്ട് ലെഫ്റ്റ് ജോയിന് പകരം ഞാനിവിടെ റൈറ്റ് ജോയിന് കൊടുക്കും. ഓക്കെ. റൈറ്റ് ജോയിൻ ഈ 2 ജോയിൻ വന്നുകൊണ്ട് ജോയിൻ ആയി റൈറ്റ് ജോയിൻ കൊടുത്ത് ഇനി ഇത് നമ്മൾ സെലക്ട് ചെയ്ത് റൺ ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ നോക്കൂ, റൈറ്റ് ജോയിനിൽ കസ്റ്റമർ ഐ ഡി. അപ്പോൾ റൈറ്റിൽ കോമൺ ആയിട്ടില്ലാത്ത റൈറ്റ് ജോയിനിൽ ഉള്ള കസ്റ്റമർ ഐ ഡി ലെഫ്റ്റ് ടേബിളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നള്ള് വന്നത്. ഓക്കെ. പക്ഷെ ക്വാണ്ടിറ്റി അതിൽ ഉണ്ടാണ്. അപ്പോൾ അങ്ങനെ വരും. ഇതിന് ശേഷം കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് 2 എണ്ണം കാണാം. 2. അപ്പോൾ ഇത്രയാണ് ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.